യേശു കർത്താവിൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. കർത്താവിന് നമ്മിൽ നിന്ന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ദൈവാരാധനയാണ്. മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയുള്ള ജീവിതവും ആരാധന ജീവിതവുമാണ്. നമുക്ക് ഈ മണിക്കൂറിൽ നല്ലൊരു ആരാധകരായിട്ട് മാറാം. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടത് ആരാധനയാണെങ്കിലും നമുക്കിന്ന് ഏറ്റവും അധികം തടസ്സം നിൽക്കുന്നത് ആരാധനയാണ്. ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കാൻ പിശാച് എങ്ങനെയെങ്കിലും തടസ്സം വയ്ക്കും. പുറപ്പാട് പുസ്തകം നമ്മൾ കാണുമ്പോൾ അറിയാം, 5-ാമത്തെ അധ്യായം മുതൽ 10-11 അധ്യായം വരെ ഇസ്രായേൽ ജനത്തെ ആരാധിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. മോശ വഴി ഫറവോന്റെ അടുത്ത് ഓരോ സമയത്തും പോയി പറയും, എൻ്റെ മക്കളെ ആരാധിക്കാൻ വിട്. ഓരോ സന്ദർഭത്തിലും ഫറവോ തന്ത്രപൂർവം അതിനെ മുടക്കിയിരുന്നു. ബൈബിള് വിശുദ്ധമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, ഓരോ സന്ദർഭങ്ങളിലും ഫറവോൻ ഇങ്ങനെ പറയും, നീ നിന്റെ ഈ ദേശത്ത് തന്നെ നിന്റെ ആരാധന നടത്തും. എവിടെ? ഈജിപ്തില് വിഗ്രഹാരാധന ഇരിക്കുന്നിടത്ത്. അപ്പൊ ആരാധിക്കാൻ പറ്റുമോ? വീണ്ടും മോശ വഴി വീണ്ടും ഫറവോന്റെ അടുത്ത് പറയും, എൻ്റെ മക്കൾ ആരാധിക്കാൻ വിട്. അപ്പോൾ ഫറവോൻ പറയും, നിന്റെ പുത്രന്മാരും പുത്രിമാരും സ്വത്തുക്കളൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പുരുഷന്മാര് മാത്രം പോയി ആരാധിക്കുക. പ്രിയപ്പെട്ടവരൊക്കെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ എങ്ങനെയാ സ്വസ്ഥമായിട്ട് ആരാധിക്കാൻ പറ്റുക? അവിടെ ആരാധന മുടക്കുകയാണ്. ഘട്ടം ഘട്ടമായി ഫറവോന്റെ മുമ്പിലും മോശ വെച്ച എല്ലാ ആരാധനയ്ക്കുള്ള പദ്ധതികളെയും മുട്ടുന്യായം കൊണ്ട് തന്ത്രപൂർവം അതിനെ മുടക്കി ഫറവോ ആരാധന മുടക്കിയിരുന്നു. എന്നാൽ ദൈവം മഹാമാരികൾ അയച്ച് ഈജിപ്തിനെ പീഡിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവസാനം 10 മഹാമാരികൾ അയച്ച് കർത്താവിൻ്റെ മക്കളെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് നമ്മൾ കാണുക. അങ്ങനെ ആ ദിവസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുത്ത ചില ചട്ടങ്ങൾ പുറപ്പാട് പുസ്തകം 12 നമ്മളിങ്ങനെ വായിക്കും. 23 മുതൽ ഒരു ഊനമറ്റ കുഞ്ഞാടിനെ കൊന്ന് അതിന് രക്തമെടുത്ത് കട്ടളപ്പടികളിൽ നിങ്ങൾ ഇസ്രായേൽ ഭവനങ്ങളിൽ മുഴുവൻ തേച്ചു പിടിപ്പിക്കണം. കർത്താവിൻ്റെ സംഹാരദൂതൻ ഈജിപ്തിൽ കടന്നു പോകുമ്പോൾ തൻ്റെ മക്കളെ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും കുഞ്ഞാടിൻ്റെ രക്തം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ശരിയല്ലേ? ആരാധനയ്ക്ക് എന്തുമാത്രം പ്രതിബന്ധങ്ങളാണ് ഉള്ളത്. സ്വസ്ഥമായിട്ട് ആരാധിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. സാമ്പത്തിക ഞെരുക്കം, രോഗപീഠ, തകർച്ചകൾ, പല വിചാരങ്ങൾ, ഇങ്ങനെ നമ്മളെ മതിക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ നമുക്കിന്നുണ്ട്. യേശു പറഞ്ഞു കൊടുത്ത അതേ, പിതാവ് പറഞ്ഞു കൊടുത്ത അതേ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള ശുദ്ധി നമുക്കിന്ന് ചോദിച്ചു വാങ്ങാം. നമുക്ക് നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. ഈ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള ശുദ്ധി ഇപ്പോൾ നമ്മളെ ആരാധിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലയുടെ മേലും ജയമെടുക്കട്ടെ. നമുക്ക് ആരാധിക്കാൻ ഒരുങ്ങാം. രക്തം കണ്ട ഒഴിഞ്ഞു പോകും സംഹാരദൂതൻ, ഒഴിഞ്ഞു പോകും കുഞ്ഞാടിന്റെ രക്തത്താൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും. കുഞ്ഞാടിന്റെ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും. ശക്തിയായിട്ട് കയ്യിൽ ധരിച്ച് നമുക്ക് ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കാം. അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ
നൽകട്ടെ. കൈത്താളത്തോടെ ആരാധിക്കാം. നമുക്ക് കൈത്താളത്തോടെ ആരാധിക്കാം. കുഞ്ഞാടിന്റെ രക്തം സകല പാപങ്ങൾ നമ്മളെ മോചിപ്പിക്കും. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. ബന്ധനത്തിൽ പൈശാചിക പീഡകളിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. പാപശാപബന്ധനത്തിൽ പൈശാചിക പീഡകളിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി നൽകട്ടെ. രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ പുസ്തകം 9:22 അവിടുത്തെ പുത്രന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. ശക്തിയിൽ ശുദ്ധവിദ്യ പ്രവൃത്തിയിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. മന്ത്രതന്ത്ര ശക്തിയിൽ ശുദ്ധവിദ്യ പ്രവൃത്തിയിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി നൽകട്ടെ. രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി നൽകട്ടെ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കുരിശിലേറി നാം അത് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ ബലിയുടെ യോഗ്യത, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യത നമുക്ക് ചോദിച്ചു വാങ്ങാം. നമ്മൾ ശുദ്ധി ചെയ്യാം. ശക്തിയിൽ വൈരാഗ്യ ബുദ്ധിയിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. വെറുപ്പ് വിദ്വേഷ ശക്തിയിൽ വൈരാഗ്യ ബുദ്ധിയിൽ യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങി പൂർണ്ണ വിടുതൽ നൽകട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ആരാധിച്ച് എല്ലാവരും രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം സകല പാപങ്ങളിൽ നിന്നും രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ചേർന്ന് പാടി ആരാധിച്ച് രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശക്തിയോട് ആരാധിച്ച് രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി. കരമുയർത്തിവീശി രക്തം രക്തം തിരുരക്തം എന്നെ പൂർണ്ണമായി കഴുകട്ടെ. രക്തം രക്തം യേശുവിന്റെ രക്തം എനിക്ക് ശുദ്ധി. ഹല്ലേലൂയ 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 ആരാധിച്ച് യേശുവിന്റെ രക്തത്താൽ ബലിയുടെ യോഗ്യതയാൽ ശുദ്ധീകരണം, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ശക്തി
കുഞ്ഞാടിന്റെ രക്തത്താ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും. കുഞ്ഞാടിന്റെ രക്തത്താ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും. അതെ, കുഞ്ഞാടിന്റെ രക്തത്താൽ സകല അനർത്ഥങ്ങളിൽ നമ്മിൽ ഒഴിഞ്ഞു പോകും. യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാണ് നല്ലൊരു ആരാധകരായി നമുക്ക് ഒരുങ്ങി നിൽക്കാം. പത്രോസിക പറയുന്ന വാക്കുണ്ടല്ലോ, 1 ലേഖനം 2:24, അവൻ പാപമോചനം നടത്തിയത് നമ്മൾ വീണ്ടും ശാപജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് യേശു നമ്മളെ വീണ്ടെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ തെറ്റിപ്പോയ പത്രോസ്ലീഹ, ആ പത്രോസ്ലീഹ തന്റെ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ദാ ഞാൻ പീഡാനുഭവം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പൊ പത്രോസ്ലീഹ ചാടിക്കേറി അതിന് മറുതലിച്ച് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നിനക്കിത് സംഭവിക്കാതെ പോകട്ടെ. കർത്താവ് പറഞ്ഞു, സാത്താനെ, നീ ദൂരെ പോവുക, നിന്റെ ചിന്ത മാനുഷികമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ വിമുഖത കാണിച്ച കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ? കർത്താവിനെ സ്നേഹിക്കുന്നതിൽ മടി തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടില്ലേ? പത്രോസിഹായെ പോലെ ദൈവ പദ്ധതിക്ക് വിലങ്ങായിട്ട് നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? എങ്കിൽ അതിനെല്ലാം ഉത്തരമായി പത്രോസിഹയുടെ ജീവിതം തന്നെ നമുക്ക് മറ്റൊരു ഉത്തരം തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21 അധ്യായം 15 വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് ഒരു ചോദ്യം കർത്താവ് ഉന്നയിക്കുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ശിമയോൻ പത്രോസിന് ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല, ചാടിക്കേറി ഉത്തരം പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ ടെസ്റ്റ് പേപ്പറിൽ 2ാമത്തെ ചോദ്യം കർത്താവ് ചോദിച്ചു. 2ാമത്തെ ചോദ്യം അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കർത്താവ് ആവർത്തിച്ചത്. യോനായുടെ പുത്രനായ ശിമയോനെ, ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരേ ചോദ്യം തന്നെ 2ാമതും ചോദിച്ചു കഴിഞ്ഞപ്പോ ശിമയോൻ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും കർത്താവ് എന്നോട് 2ാമത് അതേ ചോദ്യം ചോദിച്ചത്? ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ എന്തെങ്കിലും പെശകുണ്ടാവോ? തെറ്റിപ്പോയിട്ടുണ്ടാകോ? ശിമയോൻ പത്രോസ് 2ാമത്തെ ഉത്തരവും വലിയ തെളിമയില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ ടെസ്റ്റ് പേപ്പറിൽ ശിമയോൻ പത്രോസിനോട് 3ാമത്തെ ചോദ്യവും അതേ ചോദ്യം തന്നെ കർത്താവ് ചോദിച്ചു. യോനായുടെ പുത്രനായ ശിമയോനെ, ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3ാമത്തെ ചോദ്യം പത്രോസിഹായുടെ മനസ്സിടറി, കണ്ടമിടറി. പത്രോസിഹായെ ആ ചോദ്യം കൊണ്ടു നിർത്തിയത് പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ ഉള്ളിലാണ്. നിന്നെ തള്ളിപ്പറയില്ല, നിനക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാമെന്ന് പറഞ്ഞ ശിമയോൻ പത്രോസ് ധീരതയൊക്കെ നഷ്ടപ്പെട്ട് ഒരു തൂപ്പുകാരിയുടെ മുമ്പിൽ അവനെ ഞാൻ അറിയുക പോലുമില്ലെന്ന് ആണയിട്ട് ശപിച്ച് തള്ളി പറഞ്ഞ നിമിഷം ശിമയോൻ പത്രോസിന്റെ മനസ്സിലേക്ക് തള്ളിക്കേറി വന്നു. അവന്റെ കണ്ണു നിറഞ്ഞു, കണ്ടമിടറി. എന്റെ പ്രാണനാഥന് 3 ആവർത്തി തള്ളിപ്പറഞ്ഞതിന് പകരമായി കർത്താവ് ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ട് 3 ആവർത്തി ഞാൻ നിന്നെ ജീവനായി സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ചതാണ്. ഇന്ന് ഈ ആരാധനയിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളൊക്കെ ദൈവപദ്ധതിക്ക് മറുതലിച്ചു നിന്നത്, ആരാധിക്കാൻ വിമുഖത കാണിച്ചത്, മടി പിടിച്ചത്, മാറ്റിവെച്ചതിനൊക്കെ പകരമായി കർത്താവ് ചോദിക്കുക, നീ ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്നവനാകാമോ? നീ എന്നെ ജീവനായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നീ എൻ്റെ പ്രാണപ്രിയനാണ്, നീ എൻ്റെ ജീവനാണ്. യേശുനാഥ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നിനക്ക് പകരമായി ലോകത്തിൽ ആരുമില്ല. യേശുവേ, നീയാണ് എൻ്റെ ദൈവമെന്നും ഉറക്കെ പ്രഖ്യാപിക്കാം. തോമാസ് ലീഹ പ്രഖ്യാപിച്ചതുപോലെ, നീയാണ് എൻ്റെ ജീവൻ, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ സർവസ്വവും എന്ന് ഏറ്റുപറഞ്ഞ് ഈ ആരാധന നിമിഷത്തിൽ നമുക്ക് പങ്കുചേരാം. യേശുനാഥ, നീ എൻ ദൈവം,
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലം, എന്റെ കോട്ടയും നീ മാത്രമേ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയി പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 43:30 എല്ലാ കഴിവുകൊണ്ടും നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ എന്നെഴുതിയിരിക്കുന്നു. അവിടുന്ന് അതിനുമുപരിയാണ്. സർവശക്തിയോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. കേട്ടോ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ തളരരുത്. കാരണം അവനാണ് ശക്തിയും ജീവനും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമുക്ക് കഴിവ് തന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ആരാധിക്കാം. മഹോന്നതനേ,
പറയാതിരിക്കുക. പറഞ്ഞാൽ തീരാത്തത്, എണ്ണിയാൽ ഒടുങ്ങാത്തത് എൻ്റെ ജീവിതത്തിൽ കർത്താവേ നീ എനിക്ക് തന്നില്ലേ, എങ്ങനെയാ ഞാൻ ഇനി മൗനം ഭജിച്ചിരിക്കുക? സങ്കീർത്തകൻ പറഞ്ഞില്ലേ 63-ാം അധ്യായത്തിൽ, ഞാൻ ജീവനുള്ള കാലം മുഴുവൻ എൻ്റെ കർത്താവിനെ പ്രകീർത്തിക്കുമെന്ന്. ഞങ്ങളും പറയുക, കർത്താവ് നീ തന്ന നന്മകളോർത്ത് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കണം, നിന്നെ ആരാധിക്കണം. ഞങ്ങൾ മരണം വരെ നിന്നെ കീർത്തിക്കും. കർത്താവേ, ആരാധന. കീർത്തിക്കും ഞാൻ കർത്തനു തുല്യന ആരുമില്ല. 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 മഹിമയിൽ പ്രഭുത മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുത മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും. നീ ശക്തിയോടെ ആരാധിച്ചേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും. നീ ശക്തിയോടെ യേശുനാഥാ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും. നീ മാത്രമേ എന്റെ കോട്ടയും. നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും. നീ മാത്രമേ എന്റെ കോട്ടയും. നീ മാത്രമേ എന്റെ കോട്ടയും. നീ മാത്രമേ. കരമുയർത്തി സ്തുതിക്കാം യേശുവേ. മാലാഖമാരെ ചേർന്ന്, വിശുദ്ധരോടെ ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, നമ്മുടെ വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന്, കാരണഭൂതരായ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മമാരി മാറി മാറി യേശുവേ ആരാധന നിൽക്കുമാറാണ്. സർവ പുകഴ്ചയ്ക്ക് യോഗ്യനായവരെ ആരാധന. എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യനെ ആരാധന. യേശുനാഥാ നീ എൻ ദൈവം. ഓ യേശുനാഥാ നീ എൻ ആശ്രയം. ഓ യേശുനാഥാ നീ എൻ ശൈലവും. എന്റെ കോട്ടയും. നീ മാത്രമേ.
എൻ്റെ ശക്തി കേന്ദ്രമായ ദൈവം, ആ ദൈവത്തെ ഞാൻ എന്നും പ്രകീർത്തിക്കും. ആരാധിച്ച് ജീവിക്കാനാണ് എൻ്റെ കർത്താവിൻ്റെ കൊതി. ജീവിതകാലം മുഴുവൻ സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കർത്താവിനെ പ്രകീർത്തിക്കുമെന്ന്. അവിടെ നിന്ന് അന്വേഷിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഗണത്തിൽ എണ്ണപ്പെടാൻ ഞങ്ങൾ കൊതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങളാൽ ആരാധിക്കുന്നവർ, വേദനയാൽ ആരാധിക്കുന്നവർ, കഷ്ടനഷ്ടങ്ങളാൽ ആരാധിക്കുന്ന സർവ്വവരുടെ മേലും കർത്താവിൻ്റെ നാമം ജയമെടുക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.